കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയിൽ ഒട്ടേറെ കൗതുകങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഒരു പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച ശ്രീമാൻ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോകുന്നത്. ഏതാണ്ട് ഒരു മാസം മുൻപ് വരെ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരുന്നയാൾ മുഖ്യമന്ത്രി കസേരയിലേക്കും, മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നയാൾ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലേക്കും മാറുന്ന അസാധാരണമായ അത്യന്തം കൗതുകകരമായ കാഴ്ചയാണ് ഇനിയും കേരളത്തിലെ പൊതുസമൂഹം, ലോകത്തെമ്പാടുമുള്ള മലയാളികൾ കാണാൻ പോകുന്നത്. 10 വർഷം അധികാരത്തിലിരുന്ന പിണറായി സർക്കാരിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച രീതിയിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് 140 നിയമസഭാ അംഗങ്ങളുടെ മണ്ഡലത്തിൽ 102 സീറ്റുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് ശ്രീമാൻ വി.ഡി. സതീശൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയായി തിങ്കളാഴ്ച അധികാരത്തിൽ ഏറുന്നത്. ഒട്ടേറെ പ്രതീക്ഷകൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുണ്ട്. ഏതാണ്ട് 2.76 കോടി വോട്ടർമാരാണ് 3.46 കോടിയുള്ള കേരളത്തിൽ ഒരു പുതിയ മന്ത്രിസഭയെ അധികാരത്തിലേറ്റുന്നത്. അപ്പോൾ ജനങ്ങളുടെ ആകാംക്ഷയും ജിജ്ഞാസയും പ്രതീക്ഷകളും സങ്കല്പങ്ങളും സ്വപ്നങ്ങളുമൊക്കെ എത്ര വലുതാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ പൊതുസമൂഹം അനുഭവിച്ച വളരെയേറെ ശക്തമായ ഗുരുതരമായ ജീവിത പ്രതിസന്ധികളിൽ മനം മടുത്താണ് ഒരു പുതിയ സർക്കാരിനെ രൂപീകരിക്കാൻ കേരളത്തിലെ പൊതുസമൂഹം തീരുമാനിച്ചത്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ആത്യന്തികമായി ജനങ്ങളാണ് പരമാധികാരികൾ. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഭൂരിപക്ഷം വിചാരിച്ചു, ഈ 10 വർഷമായി നിൽക്കുന്ന ഒരു മന്ത്രിസഭ, ആ മുന്നണി ഇനിയും അധികാരത്തിലിരിക്കാൻ പാടില്ല. അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ വെച്ചുകൊണ്ട് അവരൊരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചു. ആ മാറ്റം അവർക്ക് ലഭിച്ച വോട്ടവകാശത്തിലൂടെ വെളിപ്പെടുത്തി. അങ്ങനെയാണ് ശ്രീമാൻ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലുണ്ടായിരുന്ന ഒരു മന്ത്രിസഭയെ ആക്ഷരികമായി തൂത്തെറിഞ്ഞുകൊണ്ട് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ശ്രീമാൻ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ ഒരു UDF മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത്. എന്തുകൊണ്ട് ഈ പരാജയം പിണറായി വിജയൻ്റെ സർക്കാരിന് അല്ലെങ്കിൽ മുന്നണിക്കുണ്ടായി എന്നുള്ള വലിയ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. CPM-നും ഘടകകക്ഷികൾക്കുമുണ്ടായ തിരിച്ചടി അവർക്ക് പോലും ഇപ്പോഴും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. 11 മുന്നണികളുണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ വെറും 3 കക്ഷികളായി ചുരുങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര പരിതാപകരമാണ് ആ മുന്നണിയുടെ അവസ്ഥ എന്നോർക്കണം. CPM-ഉം CPI-യും പേരിന് മാത്രം RJD-യുടെ ഒരു MLA-യും ഉൾപ്പെടുന്ന 35 പേർ മാത്രമുള്ള ഒരു മുന്നണിയാണിപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം. ഒരുപക്ഷെ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്രയും വലിയൊരു തിരിച്ചടി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ഭരിച്ചത് എങ്ങനെയാണ് എന്ന് പൊതുസമൂഹം നന്നായി വിലയിരുത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ തുടർച്ചയെന്നോണം ഇപ്പോൾ അവരെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, സ്വയവിമർശനം, ആത്മപരിശോധന. ഇപ്പോൾ പാർട്ടി ജില്ലാ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും ദേശീയ അടിസ്ഥാനത്തിലുമൊക്കെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തെക്കുറിച്ച് വിശകലനം ചെയ്ത് അവലോകനം ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പഠനത്തിനിടയിലാണ് വളരെ ഞെട്ടിപ്പിക്കുന്നതായ ചില നിരീക്ഷണങ്ങൾ ചില ജില്ലകളുടെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നത്. അവർ ആവർത്തിച്ച് പറയുന്നു, ശ്രീ പിണറായി വിജയൻ്റെ പ്രവർത്തന ശൈലിയും ഭരണശൈലിയും ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യവും ആർഭാടത്തിലുള്ള താല്പര്യവുമൊക്കെ വൻപിച്ച തിരിച്ചടിക്ക് കാരണമായി എന്നിപ്പോൾ CPM-ൽപ്പെട്ടവർ, ഘടകകക്ഷിയിൽപ്പെട്ടവർ തന്നെ ശബ്ദമുയർത്തി പറയാൻ തുടങ്ങിയിരിക്കുന്നു. ശ്രീ പിണറായി വിജയനെ വാനോളം പുകഴ്ത്തി സ്തുതിഗീതങ്ങൾ പാടി, തിരുവാതിരപ്പാട്ട് പാടി, അദ്ദേഹത്തിന് കാരണഭൂതൻ, കപ്പിത്താൻ എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ കൊടുത്ത് പുകഴ്ത്തിയിരുന്ന ആളുകൾ തന്നെ ഇപ്പോൾ മാറ്റി പറഞ്ഞു തുടങ്ങി.
ശ്രീ പിണറായി വിജയൻ്റെ ഭരണ രീതിയും പ്രവർത്തന ശൈലിയുമാണ് ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായെന്ന്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം വരുമോ എന്ന് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കുറേ ദിവസങ്ങളായി വലിയ ചർച്ചകൾ നടന്നിരുന്നു. ഇത്രയും വലിയ പരാജയത്തിന് കാരണക്കാരനായിട്ടുള്ള ശ്രീ പിണറായി വിജയന് ധാർമ്മികമായി പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കാൻ അവകാശമില്ല എന്ന് പോലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട പ്രാദേശിക നേതാക്കൾ പറഞ്ഞു തുടങ്ങി. ഈ കഴിഞ്ഞ ദിവസം കൊല്ലം പാർട്ടി സമ്മേളനത്തിലും ജില്ലാ സമ്മേളനത്തിലും പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയ ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ അതിശക്തമായി ആഞ്ഞടിച്ചിരിക്കുന്നത് പിണറായി വിജയന് പ്രതിപക്ഷ നേതാവായിരിക്കാൻ യാതൊരു യോഗ്യതയുമില്ല. 82 വയസ്സിൽ മുഖ്യമന്ത്രിയാകാൻ മാത്രമേ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൽ ഇളവ് കൊടുത്തിട്ടുള്ളൂ പാർട്ടി എടുത്ത പൊതുവായ നയം 75 വയസ്സായുള്ള മുകളിലുള്ള ആളുകളൊന്നും മന്ത്രിസ്ഥാനത്തേക്കോ തെരഞ്ഞെടുപ്പ് മത്സരത്തിലോ പങ്കെടുക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ CPM-നെ സംബന്ധിച്ച് മറ്റൊരു നേതാവിനെ എടുത്തു കാണിക്കാനില്ലാത്ത ദുരവസ്ഥയിലായപ്പോൾ ഈ പറയുന്ന 77 വയസ്സുകാരനായിട്ടുള്ള പിണറായി വിജയനെയും രണ്ടാമതും മുഖ്യമന്ത്രിയാകാൻ പാർട്ടിക്ക് നിയോഗിക്കേണ്ടതായിട്ട് വന്നു. അന്ന് ഈ നിബന്ധനയിൽ ഇളവ് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മാത്രം ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പാർട്ടി അനുവദിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ പാർട്ടി നേതാക്കൾ പ്രാദേശിക തലത്തിൽ ചോദിക്കുന്നു, അത് മുഖ്യമന്ത്രിയാകാൻ മാത്രമാണ് ഇളവ് കൊടുത്തത്, പ്രതിപക്ഷ നേതാവാകാൻ ഇളവ് കൊടുത്തിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഇദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കാൻ, കസേരയിലിരിക്കാൻ ധാർമ്മികമായും നിയമപരമായും അവകാശമില്ല എന്നുള്ളതാണ്. അത് പറയുന്നത് പ്രതിപക്ഷ മറുഭാഗത്തുള്ള കക്ഷികളല്ല, സ്വന്തം കക്ഷിയിൽപ്പെട്ട പ്രാദേശിക നേതാക്കൾ അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ അപജയം എത്ര വലുതാണ്. നമ്മളറിയാം, അദ്ദേഹത്തിന് ചില പ്രത്യേകമായ ഭാഷാശൈലി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ചില വാക്കുകൾ രാഷ്ട്രീയത്തിൽ കണ്ടുപിടിച്ചത്. പരനാറി, അതുപോലെ തന്നെ കുലംകുത്തി, കടക്ക് പുറത്ത്, വീട്ടിൽ പോയി ചോദിക്ക്, ഡാഷ് മോനെ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവിൽ നമ്മൾ ഈയിടെ കേട്ട പദങ്ങളാണ്. ഇത് കേരളത്തിൽ മാത്രമുള്ള ആളുകൾ കേട്ടതല്ല. ലോകമെമ്പാടും ഇത്രയും സാമൂഹ്യ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും വ്യാപകമായിട്ടുള്ള ഒരു കാലത്ത് അദ്ദേഹം വിചാരിച്ചു ഇത് ക്ലിഫ് ഹൗസിൻ്റെ ചുറ്റുവട്ടത്തോ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലോ ഇരുന്ന് പറഞ്ഞാൽ ആരും കേൾക്കുകയില്ല എന്ന്. അദ്ദേഹം മാധ്യമപ്രവർത്തകരെയൊക്കെ എത്ര ശക്തമായിട്ടാണ് അധിക്ഷേപിച്ചത്. കടക്ക് പുറത്ത് ഗെറ്റ് ഔട്ട് എന്ന് പറയാനൊരു മുഖ്യമന്ത്രി, ജനാധിപത്യ സമ്പ്രദായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി, പ്രത്യേകിച്ചൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മാനസികമായി ഒരുങ്ങിയത് വലിയൊരു തിരിച്ചടിയാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു മുഖ്യമന്ത്രി, ഒരു അയൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് പരോക്ഷമായി കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് വിശേഷിപ്പിച്ചത് ഡാഷ് മോനെ എന്ന്. അതൊക്കെ ഒരു മുഖ്യമന്ത്രിയുടെ പദവിക്ക് യോജിച്ചതാണ്. അദ്ദേഹം കുലംകുത്തിയെന്നും പരന്നാറിയെന്നും ഒക്കെ രാഷ്ട്രീയ എതിരാളികളെ വിളിക്കുന്നത് ഒരു സംസ്കാരമുള്ള മുഖ്യമന്ത്രിക്ക് ചേർന്നതാണ്. ഒരു കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു, അതിനെല്ലാം ശക്തമായി തിരിച്ചടി കിട്ടിയിരിക്കുന്നു. അതിൽ നിന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തിരുത്തൽ പ്രക്രിയയിലൂടെ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ആകെ അവശേഷിക്കുന്ന CPM കേരളത്തിൽ മാത്രമുള്ളത് തുടർന്നും അതിൻ്റെ ചില അംശങ്ങൾ അവശേഷിപ്പിച്ചു എന്ന് വരാം. ബംഗാളിൽ ഇല്ലാതായി, ത്രിപുരയിൽ ഇല്ലാതായി, വടക്കേ ഇന്ത്യയിൽ ഇതിന് പൊടി പോലുമില്ല. തെക്കേ ഇന്ത്യയിൽ ആകെ ഈ മൂലയ്ക്ക് CPM എന്ന് പറയുന്നത് അതാണ്. കേന്ദ്ര കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ, ഇതെല്ലാം കേരളത്തിൽ ചുറ്റിക്കറങ്ങി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് ദേശീയ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് ഏറെ സമയവും കേരളത്തിൽ ചെലവഴിക്കാനാണ് താല്പര്യം. കാരണം ഡൽഹിയിലൊന്നും പോയിരുന്ന് വലുതായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം ദുരന്തം അനുഭവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി അപജയപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ മുഖ്യ കാരണക്കാരൻ ഇപ്പോൾ സ്ഥാനമൊഴിയുന്ന ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹത്തോടൊപ്പം ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന MV ഗോവിന്ദനും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും സ്വപ്നവും ആഗ്രഹവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഒരു അസംബ്ലി അംഗമാക്കി തീർക്കണമെന്ന്. അദ്ദേഹത്തെ ഒഴിഞ്ഞു മാറി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ, വിപ്ലവ വീര്യമുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയെ MLA ആക്കാനായി കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പൊതുജനം തൂത്തെറിഞ്ഞു എന്ന് പറയുന്ന ആ ഒരു ദുരവസ്ഥയ്ക്കും ഈ സർക്കാരിൻ്റെ ഭാഗമായിരുന്ന ശ്രീ MV ഗോവിന്ദനും ഇടയായി എന്നുള്ളതാണ് മറ്റൊരു വലിയ ദുരന്ത ചിത്രം.
ഏതായാലും CPM ഒരു ഉയർത്തെഴുന്നേൽക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ നേതാക്കന്മാരുടെ പ്രവർത്തന ശൈലി മാറണം. രണ്ടാം നിര യുവ നേതാക്കൾക്ക് സ്ഥാനമൊഴിഞ്ഞു കൊടുക്കണം. കടൽ കിഴവന്മാരെ പോലെ അധികാര സ്ഥാനങ്ങളിൽ ഒട്ടിപ്പിടിച്ചിരുന്ന് അതിൻ്റെ സുഖവും സൗകര്യങ്ങളും അനുഭവിക്കാൻ ഇനിയെങ്കിലും തയ്യാറാകാതെ മാറി നിൽക്കണം. ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം 10 വർഷം ക്ലിഫ് ഹൗസിൽ നീന്തൽക്കുളത്തിൻ്റെ പരിസരത്ത് ജീവിച്ച ഒരാളിന് ധർമ്മടത്തെ ഗ്രാമപ്രദേശത്ത് പോയി ജീവിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ലക്ഷക്കണക്കിന് രൂപ വാടക കൊടുത്തൊരു വാടക വീടെടുത്തു. അപ്പോഴാണ് അദ്ദേഹത്തിനൊരു മോഹം ഉണ്ടായത്. സർക്കാർ ചെലവിൽ തന്നെ കൊടിവെച്ച കാറിൽ 10-30 പേരുടെ അകമ്പടിയോടുകൂടി ഒരു മന്ത്രിയുടെ പദവിയോടുകൂടി കൻ്റോൺമെൻറ്റ് ഹൗസിൽ പ്രതിപക്ഷ നേതാവായി പാർക്കണം എന്നുള്ളത്. എന്തായാലും അത് നിയമപരമായൊരു സാധ്യതയാണ്. അത് അദ്ദേഹം ചെയ്യട്ടെ. പക്ഷേ അദ്ദേഹം തിരിഞ്ഞ് പാർട്ടിയിലേക്ക് നോക്കണം. പാർട്ടിക്ക് ചുറ്റും നിൽക്കുന്നവർ പോലും മനസ്സോടെയല്ല അദ്ദേഹത്തെ ആ കസേരയിൽ ഇരുത്തിയിരിക്കുന്നതെന്ന്. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിക്കും അദ്ദേഹത്തോട് ഒട്ടി നിൽക്കുന്ന മറ്റുള്ളവർക്കും ഒരു പാഠമായി തീരട്ടെ എന്നാണ് കേരളത്തിലെ പൊതുസമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ കൊടുത്ത പരാജയത്തിലൂടെ അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്.